Hi friends, welcome back to my channel. ഇന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 ചാപ്റ്റർ 2ൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. സെക്ഷൻ 7 വരെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ സെക്ഷൻ 8 മുതലാണുള്ളത്. അപ്പോൾ നമുക്ക് സെക്ഷൻ 8 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 8 റിമൂവൽ ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പർ ഓഫ് ഫുഡ് അതോറിറ്റി ആണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് ചെയർപേഴ്സണെ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ഫുഡ് അതോറിറ്റീനെ അവരുടെ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. ഏതൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ റീസൺസ് ആണ് ഒരു ചെയർപേഴ്സണെ അല്ലെങ്കിൽ ഒരു മെമ്പറിനെ ഫുഡ് അതോറിറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഹാസ് ബീൻ അഡ്ജഡ്ജ്ഡ് ആൻഡ് ഇൻസോൾവെൻറ്റ്, ഹാസ് ബീൻ കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ് ഇൻവോൾവ്സ് മോറൽ turpitude, has been physically or mentally incapable of acting as a member, has acquired such financial or other interests. അഡ്ജഡ്ജ്ഡ് ആൻഡ് ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റീസ് താങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഒരാൾക്ക് അയാളുണ്ടാക്കിയ ലയബിലിറ്റീസ് താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അഡ്ജഡ്ജ്ഡ് ആൻഡ് ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ കൺവിക്റ്റഡ് ഓഫ് ആൻ ഒഫൻസ്, അതായത് ഒരു കുറ്റം ചെയ്യപ്പെട്ട ആൾ അല്ലെങ്കിൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ, അതായത് മോറൽ ടർപ്പിറ്റ്യൂഡ്, അതായത് ധാർമ്മികമല്ലാത്ത വർക്ക് റിലേറ്റഡ് ആയിട്ട് ധാർമ്മികമല്ലാത്ത ഒരു തെറ്റ് ചെയ്യപ്പെട്ട ആളെ, അതുപോലെ ഫിസിക്കലി മെൻ്റലി ഇൻകേപ്പബിൾ ഓഫ് ആക്ടിങ് ആസ് എ മെമ്പർ, ഒരു മെമ്പറായിട്ട് വർക്ക് ചെയ്യാൻ ഫിസിക്കലിയോ മെൻ്റലിയോ ഇൻകേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ, അതുപോലെ ഫിനാൻഷ്യൽ ഓർ അതർ ഇൻട്രസ്റ്റ്, എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റിൻ്റെ പേരിൽ ആ ഒരു ജോലി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, അതുപോലെ തന്നെ ആ പൊസിഷൻ അബ്യൂസ് ചെയ്യപ്പെട്ട ഒരാൾ. ഇത്രയും കേസിലാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് ചെയർപേഴ്സണെ അല്ലെങ്കിൽ മെമ്പറിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരമുള്ളത്. അതിൽ തന്നെ ക്ലോസ് ഡി ആൻഡ് ഇ എന്ന് പറയുമ്പോഴത്തേക്ക്, ക്ലോസ് ഡി എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ട് ആ പുള്ളീനെ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന കേസും, അതുപോലെ പൊസിഷൻ അബ്യൂസ് ചെയ്തെന്നുള്ള കേസിലും കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്ക് അത് അവരുടെ ഭാഗം കേൾക്കാൻ ഒരവസരം നമ്മൾ കൊടുക്കുക. ക്ലോസ് സെക്കൻഡിൽ പറയുന്ന അതാണ്, നോ മെമ്പർ ഷാൾ ബി റിമൂവ്ഡ് അണ്ടർ ക്ലോസ് ഡി ആൻഡ് ഇ ഓഫ് സബ്സെഷൻ 1 അൺലെസ് ഹി ഹാസ് ബീൻ ഗിവൺ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ് ഇൻ ദ മാറ്റർ. ഇത്രയുമാണ് സെക്ഷൻ 8 ആ റീസൺസ് പഠിച്ചിരിക്കുക. എന്തൊക്കെ കാരണവശാലാണ് ഒരു ചെയർപേഴ്സണെ അല്ലെങ്കിൽ മെമ്പറിനെ റിമൂവ് ചെയ്യേണ്ട, അവരുടെ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് വൺ സെക്ഷൻ 9 ആണ്, ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ഫുഡ് അതോറിറ്റി. അതിൽ മെയിനായിട്ട് വരുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, അതായത് CEO, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ സെക്രട്ടറി. അഡീഷണൽ സെക്രട്ടറി റാങ്കിന് ബിലോ അല്ലാത്ത, അതായത് അഡീഷണൽ സെക്രട്ടറി ലെവൽ റാങ്ക് ഉള്ള ഓഫീസറാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് തന്നെയാണ് മെമ്പർ സെക്രട്ടറി ഓഫ് അതോറിറ്റി എന്നറിയപ്പെടുന്നതും അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ്റാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ ഉള്ള ആളായിരിക്കും. അതുപോലെ മെമ്പർ സെക്രട്ടറി എന്നറിയപ്പെടുന്നതും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെയാണ്. നെക്സ്റ്റ് വൺ ഫുഡ് അതോറിറ്റി വിത്ത് ദ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കൊണ്ട് ഫുഡ് അതോറിറ്റിയാണ് തീരുമാനിക്കുന്നത് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വേണം, അല്ലെങ്കിൽ നേച്ചർ ആൻഡ് കാറ്റഗറി ഓഫ് ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് റിക്വയർഡ്. ഫുഡ് അതോറിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ്, എത്ര എംപ്ലോയീസ് വേണം എന്ന് തീരുമാനിക്കുന്ന ഫുഡ് അതോറിറ്റി തന്നെയാണ് വിത്ത് ദ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. അതുപോലെ സാലറിയും അലവൻസും ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഫുഡ് അതോറിറ്റി സ്പെസിഫൈ ചെയ്തിരിക്കുന്ന റെഗുലേഷൻസ് പ്രകാരം സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സാലറിയും അലവൻസും ഒക്കെ ആയിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനും ഓഫീസറിനും അതുപോലെ അതർ എംപ്ലോയീസിനും വരുന്നത്. അത് തന്നെയാണ്. നെക്സ്റ്റ് വൺ സെക്ഷൻ 10 ആണ്, ഫങ്ഷൻസ് ഓഫ് ദ CEO. സിഇഒയുടെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ, ഡ്രോയിങ് അപ്പ് ഓഫ് പ്രപ്പോസൽ ഫോർ ഫുഡ് അതോറിറ്റീസ് work programs in consultation with the central government, implementing the work programs and the decision adopted by the food authority. അതായത് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ
തീരുമാനിക്കുന്ന CEO ആണ്. അതുപോലെ ഫുഡ് അതോറിറ്റിയുടെ വർക്ക് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ പ്രപ്പോസൽ കൊടുക്കുന്നത് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണെന്നുള്ള പ്രപ്പോസൽ, ഫുഡ് അതോറിറ്റിയുടെ വർക്ക് പ്രോഗ്രാമിൻ്റെ പ്രപ്പോസൽ തീരുമാനിക്കുന്നത് CEO ആണ്. അതുപോലെ തന്നെ വർക്ക് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും ഡിസിഷൻസ് എടുക്കുന്നതും ഒക്കെ CEOയുടെ ഫങ്ഷൻസിൽ പെടുന്നതാണ്. Next one, ensuring the provisions of appropriate scientific, technical and administrative support for the scientific committee and scientific panel. സയൻറ്റിഫിക് കമ്മിറ്റിക്കും സയൻറ്റിഫിക് പാനലിനും ആവശ്യമായ സയൻറ്റിഫിക്, ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് നൽകുന്നതും സിഇഒയുടെ ഫങ്ഷൻസിൽ പെടുന്നതാണ്. അടുത്തതായിട്ട് എൻഷുറിങ് ദ ഫുഡ് സേഫ്റ്റി ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ഇൻ ഇറ്റ്സ് ടാസ്ക് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇറ്റ്സ് യൂസേഴ്സ് വിത്തിൻ ദ ടൈം ടേക്കൺ. അതായത് സമയോചിതമായി ഫുഡ് അതോറിറ്റിയുടെ ആക്ടിവിറ്റീസ്, പ്രോഗ്രാംസ്, വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്നതും സിഇഒൻ്റെ ഡ്യൂട്ടീസിൽ പെടുന്നതാണ്. നെക്സ്റ്റ് വൺ, ദ പ്രിപ്പറേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ദ എക്സിക്യൂഷൻ ഓഫ് ബഡ്ജറ്റ് ഓഫ് ഫുഡ് അതോറിറ്റി. ഫുഡ് അതോറിറ്റിയുടെ ബഡ്ജറ്റ് എക്സിക്യൂഷൻ ചെയ്യുന്നതും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ, കഴിഞ്ഞ വർഷത്തെ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ അടുത്ത വരാനിരിക്കുന്ന വർഷത്തെ ബഡ്ജറ്റ് എക്സിക്യൂഷൻ ചെയ്യുന്നതും എല്ലാം സിഇഒയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ സിഇഒ മെയിൻറ്റെയിനിങ് ദ കോൺടാക്ട് വിത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഫോർ എൻഷുറിങ് എ റെഗുലർ ഡയലോഗ് വിത്ത് ഇറ്റ്സ് റിലവൻറ്റ് കമ്മിറ്റീസ്. റിലവൻറ്റ് കമ്മിറ്റീസും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടും എപ്പോഴും കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യും, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സിഇഒ ആണ്. അതുപോലെ സിഇഒ ഓരോ വർഷവും ഫുഡ് അതോറിറ്റിക്ക് അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എ ജനറൽ റിപ്പോർട്ട് കവറിങ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ഫുഡ് അതോറിറ്റി ഇൻ ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഫുഡ് അതോറിറ്റിയിൽ നടന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഒരു ജനറൽ റിപ്പോർട്ട് ഫുഡ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യും അപ്രൂവലിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഓഫ് വർക്ക്. നെക്സ്റ്റ് വൺ, ദ ആനുവൽ അക്കൗണ്ട് ഫോർ ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിലുണ്ടായ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ജനറേറ്റ് ആയതിൻ്റെ കാര്യങ്ങളും ബാക്കി അക്കൗണ്ട്സ് ഡീറ്റെയിൽസൊക്കെ ഫുഡ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ബഡ്ജറ്റ് ഫോർ ദ കമ്മിങ് ഇയർ, കമ്മിങ് ഇയറിലേക്കുള്ള ബഡ്ജറ്റും സബ്മിറ്റ് ചെയ്യേണ്ടത് സിഇഒയുടെ ഡ്യൂട്ടിയാണ്. സിഇഒ ഷാൾ forward the general report and the programs to the central government and state government and shall have them published. സിഇഒ ആണ് ജനറൽ റിപ്പോർട്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പ്രോഗ്രാംസിൻ്റെ ജനറൽ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൊടുക്കേണ്ടത് സിഇഒയുടെ ഡ്യൂട്ടിയാണ്. സിഇഒ ഷാൾ അപ്രൂവ് ഓൾ ദ ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ദ റിപ്പോർട്ട് ഓൺ ദ അതോറിറ്റീസ് ആക്ടിവിറ്റീസ് ടു സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിന് കഴിഞ്ഞ കൊല്ലങ്ങളിലുള്ള ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചറിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെ റിപ്പോർട്ടും അപ്രൂവ് ചെയ്തതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യേണ്ടത് സിഇഒയുടെ ഡ്യൂട്ടിയാണ്. The CEO shall exercise the powers of Commissioner of Food Safety. ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് വരുമ്പോൾ സിഇഒക്ക് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയുടെ പവർ ഉണ്ടായിരിക്കും, അധികാരം ഉണ്ടായിരിക്കും. കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയുടെ അധികാരം ഉണ്ടായിരിക്കും ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് വരുമ്പോൾ. അതുപോലെ സിഇഒ ഷാൾ ഹാവ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓവർ ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ്. അതർ എംപ്ലോയീസിൻ്റെയും ഓഫീസേഴ്സിൻ്റെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് സിഇഒ തന്നെയായിരിക്കും. ഇത്രയാണ് സിഇഒയുടെ ഫങ്ഷൻസ്. നെക്സ്റ്റ് വൺ, സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡ് സേഫ്റ്റി ഫുഡ് അതോറിറ്റി ബൈ നോട്ടിഫിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ബോഡിയാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത്. 2 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുന്നത്, റെപ്രസെൻറ്റിംഗ് ഇൻട്രസ്റ്റസ് ഓഫ് ഫുഡ് ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, കൺസ്യൂമർ, റിലവൻറ്റ് റിസർച്ച് ബോഡീസ് ആൻഡ് ഫുഡ് ലബോറട്ടറീസിനെ റെപ്രസെൻറ്റ് ചെയ്ത് 2 മെമ്പേഴ്സും അതുപോലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്നറിയപ്പെടുന്ന ഓൾ കമ്മീഷണേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ദ ചെയർപേഴ്സൺ ഓഫ് സയൻറ്റിഫിക് കമ്മിറ്റി. സയൻറ്റിഫിക് കമ്മിറ്റിയുടെ ചെയർപേഴ്സണും ഫുഡ് സേഫ്റ്റിയുടെ കമ്മീഷണേഴ്സും ആണ് എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത്. അടുത്തത്, ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ കൺസേൺഡ് മിനിസ്ട്രീസ് ആൻഡ് ദ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഫാമേഴ്സ് ഷാൾ ബി ദ ഇൻവൈറ്റീസ് ടു ദ ഡെലിബറേഷൻസ് ഓഫ്
സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഇൻവൈറ്റീസ് എന്ന് പറയുന്നത് ഓരോ മിനിസ്ട്രീസ്, കൺസേൺഡ് മിനിസ്ട്രീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് അഗ്രികൾച്ചറിൻ്റെ, ഫുഡ് സേഫ്റ്റിയുടെ, ബയോടെക്നോളജിയുടെ, ഇൻഡസ്ട്രി, കൊമേഴ്സ്, അങ്ങനെ ഓരോ കൺസേൺഡ് മിനിസ്ട്രീസിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സും ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഫാമേഴ്സുമാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഇൻവൈറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാൾ ബി എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് CEO ആണ്. അതുപോലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്നറിയപ്പെടുന്നത് ഓൾ കമ്മീഷണേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ചെയർപേഴ്സൺ ഓഫ് ദ സയൻറ്റിഫിക് കമ്മിറ്റി. കൺഫ്യൂഷൻ ഇല്ല. എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് CEO ആണ്. എക്സ് ഒഫീഷ്യോ മെമ്പർ എന്നറിയപ്പെടുന്നത് ഓൾ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് ദ ചെയർപേഴ്സൺ ഓഫ് സയൻറ്റിഫിക് കമ്മിറ്റിയാണ്. ഇനി സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ഷോൾ ഫോളോ സച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് അതോറിറ്റിക്ക് വേണ്ടുന്ന അഡ്വൈസസ് കൊടുക്കുക എന്നുള്ളതാണ് മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത്. സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ഷോൾ എൻഷുർ ക്ലോസ് കോപ്പറേഷൻ ബിറ്റ്വീൻ ഫുഡ് അതോറിറ്റി ആൻഡ് ദ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ആൻഡ് ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫുഡ്. അതായത് ഫുഡ് അതോറിറ്റി, എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ആൻഡ് അതർ ഓർഗനൈസേഷനും ഒക്കെ ആയിട്ട് ക്ലോസ് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത്. സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ഷോൾ അഡ്വൈസ് ദ ഫുഡ് അതോറിറ്റി ഓൺ ദ പെർഫോമൻസ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ് അണ്ടർ ദിസ് സെക്ഷൻ ആൻഡ് പ്രപ്പോസൽ ഫോർ ദ ഫുഡ് അതോറിറ്റീസ് വർക്ക് പ്രോഗ്രാംസ് ഓൺ ദ പ്രയോറിറ്റൈസേഷൻ ഓഫ് വർക്ക്, ഐഡൻറ്റിഫൈയിങ് പൊട്ടൻഷ്യൽ റിസ്ക്, പൂളിംഗ് ഓഫ് നോളജ്. അതായത് ഫുഡ് അതോറിറ്റിയുടെ വർക്ക് പ്രോഗ്രാംസിനെ പറ്റിയും ഡ്യൂട്ടീസിനെ പറ്റിയും അതിന് ആവശ്യമായ പ്രപ്പോസലും കാര്യങ്ങളുമൊക്കെ അഡ്വൈസ് ചെയ്യുന്നത് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയാണ്. അതുപോലെ വർക്കിനെ കുറിച്ച്, അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ റിസ്കിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളും ആവശ്യമായ നോളജുമൊക്കെ കൊടുക്കുന്നത് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയാണ്. അതുപോലെ സച്ച് അതർ ഫങ്ഷൻസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻസിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഫങ്ഷൻസിൻ്റെ എല്ലാം അഡ്വൈസസ് കൊടുക്കുന്നത് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി തന്നെയാണ്. സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ഒരു വർഷത്തിൽ 3 തവണയെങ്കിലും മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിരിക്കണം. മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ ബൈ ദ ഇൻവിറ്റേഷൻ ഓഫ് ചെയർപേഴ്സൻ്റെ ഇൻവിറ്റേഷൻ വഴിയോ അല്ലെങ്കിൽ 1/3 മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാറ്. ഒരു വർഷത്തിൽ 3 തവണയെങ്കിലും, നോട്ട് ലെസ് ദാൻ 3 times എ ഇയറാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് സെക്ഷൻ 12-ലുള്ളത്. അടുത്ത സെക്ഷൻ 13, 14 സയൻറ്റിഫിക് പാനൽ ആൻഡ് സയൻറ്റിഫിക് കമ്മിറ്റിയാണ്. അത് രണ്ടും കൂടെ ഒന്നിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. അപ്പം എല്ലാവരും ക്ലിയറായിട്ട് ടോപ്പിക്സ് പഠിക്കുക. ഇതിൽ നിന്നൊക്കെ കുറേ MCQ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇതുവരെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.